നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദ പ്രസംഗം. തന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നെന്ന് ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമെന്നും ചെയർപേഴ്സൺ. ജാതിമത വർഗീയ സംഘടനകളുടെ പിന്തുണ തനിക്ക് ആവശ്യമില്ലെന്നും ചെയർപേഴ്സൺ. ചെറുപ്പശ്ശേരി നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപിച്ച് തദ്ദേശഭരണ മന്ത്രിക്ക് നൽകിയ പരാതി വ്യാജമെന്ന് ഭരണസമിതി. പരാതിയിൽ പേരുള്ള ചിലർ മരിച്ചുപോയവരെന്നും നേതാക്കൾ. വ്യാജ പരാതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മംഗലാംകുന്ന് മുതൽ കോങ്ങാട് വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ. അഴിമതി നടത്തിയ കരാറുകാരനെതിരെ നടപടി വേണമെന്ന് CPM. ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നും CPM കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C കൃഷ്ണൻകുട്ടി. മണ്ണാർക്കാട്ടെ ദേശീയപാത നവീകരണം. ഗതാഗത കുരുക്കിന് ചൊല്ലി കരാറുകാരും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പ്രശ്നമുണ്ടായത് വാഹനങ്ങളെ തടഞ്ഞതിനെ തുടർന്ന്. നാട്ടിലെ ഐക്യം തകർക്കാനും വിഭാഗീയത പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നവരെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് തടയിടാനാവുമെന്ന് N ഷംസുദ്ദീൻ MLA. സംസ്കാരം ഇല്ലാതായാൽ നാട് നശിക്കുമെന്നും MLA. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുത്തനാലിക്കൽ ക്ഷേത്രത്തിൽ സംഗീതോത്സവം ഉദ്ഘാടന വേദിയിൽ താൻ നടത്തിയ പ്രസംഗം വളച്ചൊടിച്ച് ചിലർ വർഗീയപരമായി ചിത്രീകരിക്കുകയായിരുന്നുവെന്ന് ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത്. ഇത് ദുരുദ്ദേശപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ചെയർപേഴ്സണും UDF നേതാക്കളും ചെറുപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതെങ്കിലും ജാതിമത സംഘടനകളുടെ പിന്തുണ ഈ വിഷയത്തിൽ ആവശ്യമില്ലെന്നും UDF ഒറ്റക്കെട്ടായി തന്നോടൊപ്പമുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. സമൂഹത്തിലെ നിരവധി ഗുരുതരവും മാരകവുമായ രോഗബാധിതരെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നാം എല്ലാവരും ജാതിമത ചിന്തകൾ വെടിഞ്ഞ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തികച്ചും സതുദ്ദേശപരമായാണ് താൻ പ്രസംഗിച്ചത്. എന്നാൽ തന്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തമസ്കരിച്ച് വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലാണ് ചിത്രീകരിച്ചത്. ഇത് ദുരുദ്ദേശപരവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള CPMന്റെ ദുഷ്പ്രചരണവും അപലപനീയമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ നഗരസഭയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയതല്ല താൻ. യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലൂടെ ബൂത്ത് ഭാരവാഹിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകയായത്. ഏതെങ്കിലും ജാതിമത വർഗ സംഘടനകളുടെ സംരക്ഷണമോ പിന്തുണയോ ഇക്കാര്യത്തിൽ തനിക്ക് ആവശ്യമില്ലെന്നും UDF തനിക്കൊപ്പം ഒറ്റക്കെട്ടായി ഉണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നവരാത്രി സംഗീതോത്സവം 2019 29 തീയതി 5 മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിച്ച എൻ്റെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ തമസ്കരിച്ച് വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലാണെന്ന ചില ഓൺലൈൻ ചാനലുകളിലെ വാർത്ത തികച്ചും ദുരുദ്ദേശപരവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള CPMന്റെ ദുഷ്പ്രചരണവും അപലപനീയമാണ്. സമൂഹത്തിലെ നിരവധി ഗുരുതരവും മാരകവുമായി അസുഖം ബാധിച്ച ആളുകളെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നാം എല്ലാവരും ജാതിമത ചിന്ത വെടിഞ്ഞ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തികച്ചും സതുദ്ദേശപരമായ ആശയം മാത്രമാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും മറ്റു തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്നും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആളുകൾക്കൊരു ചിന്തയുണ്ട്, ഞാൻ അധ്യാപക ലോകത്ത് നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നഗരസഭയിൽ മത്സരിക്കുകയും അതോടൊപ്പം തന്നെ അതിന് ശേഷം നഗരസഭ അധ്യക്ഷയായി മാറി എന്നൊക്കെ ഒരു ചിന്താഗതി ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിലൂടെ ബൂത്ത് കമ്മിറ്റി ഭാരവാഹിയായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എളിയ പ്രവർത്തകയായതും ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നഗരസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ നഗരസഭ അധ്യക്ഷയായി മാറിയതും. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും ജാതിമത വർഗീയ സംഘടനകളുടെ സംരക്ഷണമോ പിന്തുണയോ ആവശ്യമില്ലെന്നും UDF ഒറ്റക്കെട്ടായി എനിക്കൊപ്പം ഉണ്ടെന്നും അർത്ഥാശങ്കയ്ക്കിടയില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവരും അത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പണ്ടത്തെ പോലെയല്ല. ഓരോ കേസ് വരുമ്പോഴും അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസാണ്. ലക്ഷങ്ങൾ ആവശ്യമുള്ള അസുഖ ചികിത്സയ്ക്കായിട്ട് ആളുകൾ തേടുന്നത്. പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് നേരിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യും ഞാൻ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനു കൂടി പ്രാധാന്യം കൊടുക്കണം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ചെയർപേഴ്സൺ നടത്തിയ പ്രസംഗം വർഗീയപരമല്ലെന്ന് വൈസ് ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ KK അസീസും പറഞ്ഞു. ഏതെങ്കിലും ഒരു മതത്തിന്റെ നല്ല ആശയങ്ങൾ പിന്തുടരണമെന്ന് പറയുന്നത് എങ്ങനെ വർഗീയമാവും? നഗരസഭയ്ക്കെതിരെ മറ്റു ആരോപണങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാ കഥകൾ മെനയുന്നതെന്നും KK അസീസ് പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്.
ഒരിക്കലും അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടുള്ള ഒരു വർഗീയ വിദ്വേഷമോ അല്ലെങ്കിൽ വർഗീയ സ്പർദ്ധയോ മതസ്പർദ്ധയോ ഉണ്ടാക്കുന്ന ഒന്നും അതിനകത്തില്ല. നേരെ മറിച്ച് ഇതര സമുദായങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എല്ലാവരും മാതൃക സ്വീകരിക്കുകയും ചെയ്യണം എന്ന നല്ല ഒരു സന്ദേശമാണ് അവർ നൽകിയത്. ഞാനിത് കാണുമ്പോഴും ഇപ്പോൾ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്ന ഒരു വാർത്ത കാണായിരുന്നു. ഒരു സഹോദരൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് അതൊക്കെ ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. അതിനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളൂ. ഒരു വർഗീയ ചുവയും അതിനകത്ത് കണ്ടെത്താൻ ഞങ്ങളൊക്കെ വിശ്വാസികളാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ ഇവിടെ വിഭാഗീയമായി കാണാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഞങ്ങളൊക്കെ തികച്ച മതവിശ്വാസികളാണ്, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. മതമുണ്ട് എന്നൊക്കെ യാഥാർത്ഥ്യമാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ഫോം കൊടുക്കാണ്ട് കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ഇത് വ്യക്തമായി ചോദിക്കണം, മതം ഹിന്ദുമതമാണ് ഹിന്ദുമതം, മുസ്ലിം മതമാണ് മുസ്ലിം മതം, ജാതി ചോദിക്കുന്നില്ലല്ലോ, മാപ്പിള അല്ലെങ്കിൽ പിന്നെ എന്താ സമുദായച്ചൊക്കെ എഴുതുന്നുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഡിക്ലറേഷൻ ഫോമിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇതിനൊരു വലിയ വിഷയമായിട്ടേ കണ്ടിട്ടില്ല. അത് വർഗീയതയുടെ ഡെഫിനിഷൻ എന്താ ഇതിപ്പോൾ നിങ്ങൾക്കനുസരിച്ച് ഇത് റീഡിഫൈൻ ചെയ്യണമല്ലോ. വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു സമുദായക്കാർ മറ്റൊരു സമുദായത്തെ അവകാശം കവർന്നെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് നിഷേധിക്കുക, അതാണല്ലോ. ഇത് ഒരു സമുദായത്തെ ഇകഴ്ത്തുക അല്ലെങ്കിൽ അതിനെ അപഹസിക്കുക അല്ലെങ്കിൽ അതിനെ അധിക്ഷേപിക്കുക, ഇതൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതുപോലെ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞ് എന്ത് വർഗീയതയുള്ളത്? ഞങ്ങൾക്ക് എല്ലാ തലങ്ങളിലും നോക്കിയിട്ട് അത് ഒരു തരത്തിലുള്ള വർഗീയതയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. കൗൺസിലർമാരായ പി വിനോദ് കുമാർ, പി രാംകുമാർ, KM ഇസാക്ക്, CA ബക്കർ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സണെ പിന്തുണയുമായി രംഗത്ത് വന്നു. നവരാത്രി സംഗീതോത്സവം ചെറുപ്പശ്ശേരി നഗരസഭയിൽ വൻ അഴിമതി നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന് ചെറുപ്പശ്ശേരിക്കാർ എന്ന പേരിൽ നൽകിയ പരാതി വ്യാജമെന്ന് നഗരസഭാ വൈസ് ചെയർമാനും UDF കൗൺസിലർമാരും. 2019 ജൂൺ 20 നൽകിയ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്ന ചിലരുടെ പേരുകൾ മരിച്ചുപോയവരുടേതാണെന്നും പരാതിയിൽ പറയുന്ന വിഷയങ്ങളെല്ലാം ജനങ്ങൾ തള്ളിയതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വൈസ് ചെയർമാനും UDF നേതാക്കളും അറിയിച്ചു. നഗരസഭയിൽ ഉയർന്നുവന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന് ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ടാണ് വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർമാനും UDF നേതാക്കളും തുറന്നടിച്ചത്. ചെറുപ്പശ്ശേരിക്കാർ എന്ന പേരിൽ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രഥമരായുള്ളത് CPM നേതാക്കളായ ചിലരുടെ പേരുകളും വിലാസവുമാണ്. 2019 ജൂൺ 20 ഈ പരാതി മന്ത്രിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്ന ചില പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെടെ ഈ തീയതിക്ക് മുമ്പ് മരിച്ചുപോയവരാണെന്നും ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി UDF നേതാക്കൾ പറഞ്ഞു. നഗരസഭയിലെ വാർഡ് വിഭജനം, PMAY പദ്ധതി അട്ടിമറിച്ചു, നഗരസഭാ വളപ്പിലെ മരം മുറിച്ചു വിറ്റു, നികുതി വർധന, ഇൻസുലേറ്റർ പൊളിച്ചു വിറ്റു, EMS ടൗൺ ഹാളിന്റെ പേരുമാറ്റി, ഇവിടുത്തെ പാത്രങ്ങൾ മറിച്ചു വിറ്റു തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രിക്ക് നൽകിയ പരാതിയിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ആർക്കും പരിശോധന നടത്താം. വ്യാജമായ പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. പരാതിയിൽ പേരുള്ള ജീവിച്ചിരിക്കുന്ന ചില ആളുകളുമായും ബന്ധപ്പെട്ടു. എന്നാൽ തങ്ങൾ ഇങ്ങനെയൊരു പരാതിയിൽ ഒപ്പിട്ടിട്ടില്ലെന്നാണ് ഇവർ പറഞ്ഞതെന്നും UDF നേതാക്കൾ പറഞ്ഞു. ആ പരാതി തികച്ചും വ്യാജമാണ് എന്ന് മാത്രമല്ല, ഒരു തെറ്റായ വെച്ചാൽ അതിൻ്റെ ഒരു പദം പറയാൻ കഴിയുന്നില്ല, അത്രമാത്രം മ്ലേച്ഛമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചെർപ്പശ്ശേരിയിലെ തിമിരം ബാധിച്ച കമ്മ്യൂണിസ്റ്റുകാരെ, രാഷ്ട്രീയ തിമിരം, അതാ പറയാം, UDF ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം രാഷ്ട്രീയ തിമിരം ബാധിച്ച CPMൻ്റെ ചെർപ്പശ്ശേരി ലോക്കൽ കമ്മിറ്റിയിലെ കുറേ നേതാക്കന്മാർ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പരാതി ഇതൊക്കെ കൃത്യമായ പരാതി ഇവിടെ ഉണ്ട്. ആ പരാതിയിൽ ഏതാണ്ട് കുറേ ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ഇതാണ് ആ പരാതി. ഇത് ഓരോന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത്. ആ പരാതി സമർപ്പിച്ചിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 20/6/2019 20/6/2019 ഈ പരാതി സംസ്ഥാന മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ആ സമർപ്പിച്ചതിൽ ഒപ്പിട്ടിട്ടുള്ളത് ഒന്ന് VP സുബിൻ സൺ ഓഫ് VP ഗോപി, പിന്നെ ഒന്ന് KT സത്യൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ ഒന്ന് PA ഉമ്മ സൺ ഓഫ് ആലി പത്തായത്തിങ്കൽ വീട്, പിന്നെ ഒന്ന് PH ബഷീർ അലി സൺ ഓഫ് PA മുഹമ്മദ്. അങ്ങനെ വന്നിട്ട് കുറച്ച് ആളുകൾ ഒപ്പിട്ടിരിക്കുന്നത് ഏതാണ്ട് 67 പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഈ 67 പേര് ഒപ്പിട്ടപ്പോൾ ഒരു കാര്യങ്ങൾ ആലോചിക്കണം. ഈ ഒപ്പിടുന്നതിൽ ബഹുമാനപ്പെട്ട PA ഉമ്മറിൻ്റെയും CPMൻ്റെ ലോക്കൽ നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 2 വർഷങ്ങൾക്കും 3 വർഷങ്ങൾക്കും മുമ്പ് മരണപ്പെട്ട ആളുകളൊക്കെ പരലോകത്തു നിന്ന് വന്നിട്ട് CPMൻ്റെ ഓഫീസിൽ വന്ന് ഈ പരാതിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതാണ് വിചിത്രമായ സംഭവം. നിങ്ങൾ ആലോചിക്കണം, ഒരു പരാതി കൊടുക്കുമ്പോൾ ഒരു 10 വിശ്വാസമുള്ള ആളുകളെ കൊണ്ട് ഒരു ഒപ്പിടിപ്പിച്ച് പരാതി കൊടുക്കാനും നോക്കണം. ഇങ്ങനെ ഒരു വ്യാജ പരാതി ഉണ്ടാക്കി ഞങ്ങൾ നിയമ നടപടിക്ക് പോകാം. എവിടെയോ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഒപ്പിട്ട ഒരു മിനിറ്റ്സിൻ്റെ കോപ്പി മോഷ്ടിച്ച് അപഹരിച്ച് കട്ടെടുത്ത് ഉണ്ടാക്കിയൊരു വ്യാജ പരാതിയാണത്. ഇത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുന്നുണ്ട്.
നഗരസഭയ്ക്കെതിരെ മറ്റു വിഷയങ്ങളൊന്നും ഉന്നയിക്കാൻ ഇല്ലാത്തവരാണ് ഇത്തരം വ്യാജ പരാതികളുമായി രംഗത്ത് വരുന്നത്. ഇവർ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ യാസീസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാംകുമാർ, കൗൺസിലർമാരായ പി വിനോദ് കുമാർ, KM ഇസാഖ്, CA ബക്കർ എന്നിവർ പറഞ്ഞു. മണ്ണാർക്കാട് ദേശീയപാത നവീകരണം ഏറ്റെടുത്ത കരാറുകാരും നാട്ടുകാരും തമ്മിൽ ഗതാഗത തടസ്സത്തെ ചൊല്ലി സംഘർഷം. ഗതാഗതം നിയന്ത്രിക്കാൻ ഉപയോഗിച്ച ഡിവൈഡർ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ എടുത്തുമാറ്റിയതാണ് വാക്തർക്കത്തിനും തുടർന്ന് സംഘർഷത്തിനും കാരണമായത്. തിങ്കളാഴ്ച ഉച്ചയോടെ കുന്തിപ്പുഴ പാലത്തിന് സമീപമാണ് കരാറുകാരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത്. റോഡ് മുഴുവനായും ഗതാഗത തടസ്സമുണ്ടായതിനെ തുടർന്ന് ഇവിടെ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇതിനിടയിൽ രോഗിയുമായി ആംബുലൻസ് എത്തി. ഇത് കണ്ടുനിന്ന നാട്ടുകാർ റോഡിലിറങ്ങി ഗതാഗത തടസ്സങ്ങൾ മാറ്റാൻ തുടങ്ങി. ഇതിനിടെ കരാറുകാർ വെച്ച ഡിവൈഡറുകൾ നാട്ടുകാരിൽ ഒരാൾ മാറ്റിയതാണ് പരസ്പരം വാക്കുതർക്കത്തിനും സംഘർഷത്തിനും കാരണമായതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് കുന്തിപ്പുഴ പറഞ്ഞു. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പൈസ കൊണ്ട് ജനങ്ങളുടെ സഞ്ചാര യോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ഒരു ആംബുലൻസ് അവിടുന്ന് കടത്തിവിട്ടതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ വാഹനങ്ങൾ കടത്തിയതിൻ്റെ പേരിൽ ഈ തൊഴിലാളികൾ ഇതിനകത്ത് ആശയം കാണിക്കുകയും പൊതുജനങ്ങളുടെ മേലേക്ക് കുതിര കയറുന്നൊരു സ്വഭാവമാണ് ഉണ്ടായത്. ഇത് തീർത്തും തെറ്റാണ്. അതിൻ്റെ ഉന്നതമായ ആളുകൾ, അതിൻ്റെ കോൺട്രാക്ടറായാലും ശരി, അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ, ഓവർസിയർമാരായാലും ശരി, ആരാണെങ്കിലും ഈ തൊഴിലാളികളെ നിയന്ത്രിതമാക്കിയിട്ടില്ലെങ്കിൽ ഇത് വലിയ ഒരു റോഡ് പണി എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം വയ്ക്കാതെ മുന്നോട്ട് പോകേണ്ടതാണ്. ആ തടസ്സം നേരിടുന്നതിന് തന്നെ ഇവരിലുള്ള ഉദ്യോഗസ്ഥന്മാരെന്നെ കടക്കൽ കത്തിവെക്കുന്ന സ്വഭാവം മുന്നോട്ട് പോവുകയാണ്. 1 മണിക്കൂറിലധികമാണ് ഇവിടെ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. തുടർന്ന് പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. നാട്ടുകാർക്കെതിരെ കരാറുകാർക്കെതിരെ നാട്ടുകാരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ റോഡ് നവീകരണം നടത്തുന്ന ഭാഗത്ത് പോലീസിന്റെ സാന്നിധ്യമില്ലാത്തത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മുണ്ടൂർ ചെറുപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ മംഗലാംകുന്ന് മുതൽ കോങ്ങാട് സീഡ് ഫാം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ നിലപാട് കടുപ്പിച്ച് കടമ്പഴിപ്പുറത്ത് CPM. റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയ കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും റോഡ് നവീകരണത്തിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നും CPM കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണൻകുട്ടി CT ന്യൂസിനോട് പറഞ്ഞു. 3 മാസങ്ങൾക്ക് മുമ്പാണ് മുണ്ടൂർ ചെറുപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ മംഗലാംകുന്ന് മുതൽ കോങ്ങാട് സീഡ് ഫാം വരെയുള്ള 13 കിലോമീറ്റർ ദൂരം റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചത്. എന്നാൽ മാസം 1 തികയുന്നതിന് മുമ്പ് തന്നെ റബ്ബറൈസ് ചെയ്ത നവീകരിച്ച പാതയിൽ വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു മഴ പോലും താങ്ങാനുള്ള ശേഷി റോഡിനുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് കരാറുകാരനെതിരെ CPM രംഗത്ത് വന്നിരിക്കുന്നത്. നിശ്ചിത ഗുണനിലവാരത്തോടെ സമയബന്ധിതമായി കോങ്ങാട് മംഗലാംകുന്ന് സംസ്ഥാന പാത നവീകരണം പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നാണ് CPM കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ആവശ്യത്തിന് സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെയും അശാസ്ത്രീയമായ രീതിയിൽ അഴുക്കുചാലുകളും കൽവർട്ടുകളും നിർമ്മിച്ചും തീർത്തും ഗുണനിലവാരമില്ലാതെ BMN-BC പ്രവൃത്തികൾ നടത്തിയും മുന്നോട്ടു പോകുന്ന ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് CPM ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെടുന്നത്. റോഡ് നവീകരണത്തിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നും CPM കടമ്പഴിപ്പുറം ലോക്കൽ സെക്രട്ടറി C കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. റോഡിന്റെ പണിയുടെ സമയബന്ധിതമായി തീരില്ല എന്ന് ഉറപ്പ് വന്ന സമയത്ത് തന്നെ കരാറുകാരനെ മാറ്റി പകരം ഒരു കരാറുകാരനെ ഏൽപ്പിക്കുകയും ഈ കരാറുകാരൻ്റെ നിരുത്തരവാദപരമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കരിമ്പട്ടികയിൽ പെടുത്തണം എന്നുള്ള ആവശ്യങ്ങളടക്കം പൊതുജനങ്ങളുടെ നിരാശയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട MLAയും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെയും അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. റോഡുകളുടെ സ്ഥിതിയെ സൂചിപ്പിക്കുന്ന സ്കൂളുകൾ, ആസ്പത്രികൾ, അതുപോലുള്ള അപകട മേഖലകൾ ഒന്ന് തരംതിരിക്കുന്ന രീതിയിലൊരു ബോർഡ് വയ്ക്കാനോ, നിർമ്മാണ ഘട്ടത്തിൽ യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ കൽവർട്ടുകൾ രൂപപ്പെടുത്തുക, അവിടെ ഒരു സിഗ്നൽ എന്നുള്ള രീതിയിൽ യാതൊരു അടയാളപ്പെടുത്തൽ ഇല്ലാതെ പലരും റോഡിൻ്റെ കൽവർട്ടിലെ കീറിയ കുഴികളിലടക്കം ചെന്നുപെടേണ്ട അവസ്ഥയും ഗുരുതരമായ പരിക്കേറ്റ് അത്തരത്തിലുള്ള ഘട്ടങ്ങളും ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ കരാർ ഏറ്റെടുത്ത നിർമ്മാണ ഏജൻസിയെ വലിയ ഗുരുതരമായ തെറ്റാണ്. മറ്റൊരു കരാറുകാർക്ക് മാതൃകയാവുന്ന രീതിയിലും പൊതുജനങ്ങൾക്ക് BMN-BC പൂർത്തിയാക്കിയ റോഡിൽ ദിവസങ്ങൾക്കകം കുഴികൾ പ്രത്യക്ഷപ്പെടുകയും ഈ കുഴികളിൽപ്പെട്ട അപകടങ്ങൾ പതിവാകുകയും ചെയ്തപ്പോൾ പല ഭാഗങ്ങളിലും വീണ്ടും പൊളിച്ച് ക്വാറി വേസ്റ്റ് നിറച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗങ്ങളിലുള്ള കുഴികളിൽപ്പെട്ട് അപകടങ്ങൾ വർദ്ധിക്കുന്നതും പതിവായിരിക്കുകയാണ്.
ഇക്കഴിഞ്ഞ ദിവസം വലമ്പലിമംഗലത്തുള്ള സീതാരാമൻ മരണപ്പെട്ടത് ഹൈസ്കൂളിന് താഴെ ഇതുപോലെ കോറി വെച്ചിട്ട് മൂടിയ ഭാഗത്തെ കുഴിയിൽ ബൈക്ക് മറിഞ്ഞായിരുന്നു. ഇക്കാര്യങ്ങൾ പി ഉണ്ണി MLA മുഖേന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ധരിപ്പിക്കുന്നതിനും സത്വര നടപടികളുണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനും CPM നേതൃത്വം നൽകുമെന്നും C. കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് ആരംഭിക്കാനിരിക്കുന്ന വെറ്റിനറി കോളേജ് തിരുവിഴാംകുന്ന് ഫാമിൽ ആരംഭിക്കണമെന്ന് CITU. ഇതിനായി മുഖ്യമന്ത്രിക്കും മറ്റു ബന്ധപ്പെട്ടവർക്കുമെല്ലാം നിവേദനം നൽകിയിട്ടുണ്ടെന്നും CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഫാം വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹിയുമായ P. മനോമോഹനൻ പറഞ്ഞു. 403 ഏക്കർ വിസ്തീർണമുള്ള തിരുവിഴാംകുന്ന് ഫാമിൽ വലിയ മുതൽ മുടക്കില്ലാതെ വെറ്റിനറി കോളേജ് ആരംഭിക്കാനാവും. ഇതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളും സ്ഥലവും പഠന സൗകര്യത്തിനാവശ്യമായ അന്തരീക്ഷവും തിരുവിഴാംകുന്നിലുണ്ട്. പലതവണ ഫാം സന്ദർശിച്ച വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഇവിടെ വെറ്റിനറി കോളേജ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചതുമാണ്. അത് പ്രാവർത്തികമാക്കണമെന്ന് P. മനോമോഹനൻ ആവശ്യപ്പെട്ടു. വെറ്റിനറി അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ആരംഭിക്കാൻ പോകുന്ന വെറ്റിനറി കോളേജ് തിരുവിഴാംകുന്നുള്ള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഫാമിൽ അനുവദിക്കാൻ ആവശ്യമായ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, യൂണിവേഴ്സിറ്റിയുടെ ഭരണസമിതി അംഗങ്ങൾ, ബന്ധപ്പെട്ട മേലധികാരികൾക്ക് ഈ ആവശ്യമുന്നയിച്ച് നിവേദനം സമർപ്പിച്ചിട്ട് 1952 ആരംഭിച്ച തിരുവിഴാംകുന്ന് ഫാം ഏറെ വെറ്റിനറി കോളേജിന് സാധ്യതയുള്ള സ്ഥാപനമാണ്. 403 ഏക്കർ വിസ്തീർണമുള്ള ഇവിടെ പശു, എരുമ, പോത്ത്, ആട്, കോഴി, താറാവ്, കാട തുടങ്ങിയ ഫാമുകൾ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും കോളേജ് തുടങ്ങാൻ ആവശ്യമായ അന്തരീക്ഷമുള്ള ഇവിടെ യൂണിവേഴ്സിറ്റി താൽക്കാലികമായി കോളേജ് ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള നിവേദനം മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും മറ്റും നൽകിയിട്ടുണ്ടെന്നും P. മനോമോഹനൻ പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നാട്ടിലെ ഐക്യം തകർക്കാനും വിഭാഗീയത പ്രചരിപ്പിക്കാനും ചിലർ ശ്രമിക്കുമ്പോൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ തടയിടാൻ സാധിക്കുമെന്ന് N. ഷംസുദ്ദീൻ MLA. എടത്തനാട്ടുകര മുണ്ടക്കുന്ന് ജനകീയ സമിതി സംഘടിപ്പിച്ച ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നാടിൻ്റെ നന്മയ്ക്കും ഐക്യത്തിനും ആഘോഷങ്ങൾക്ക് ആഴത്തിലുള്ള സ്വാധീനമുണ്ട് എന്ന തിരിച്ചറിവോടെയാണ് മുണ്ടക്കുന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായുള്ള 4ാം വർഷത്തിലും ഗ്രാമോത്സവം സംഘടിപ്പിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെ മുണ്ടക്കുന്ന് ALP സ്കൂൾ മൈതാനിയിൽ ആരംഭിച്ച ഗ്രാമോത്സവത്തിൽ പ്രദേശത്തെ കുട്ടികളുടെ വിവിധതരം കലാപരിപാടികൾ അരങ്ങേറി. പ്രദേശത്തു നിന്നും സമീപ പ്രദേശത്തു നിന്നും നിരവധി പേരാണ് ഗ്രാമോത്സവം കാണാനായി എത്തിയത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ ഒരു ഐക്യം ഉണ്ടാവുകയാണ് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ. ആ ഐക്യം ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. അത്തരം ഐക്യം ശക്തിപ്പെടുത്തുന്ന പരിപാടികൾ നാട്ടിൽ ധാരാളമായിട്ടുണ്ടാവണം. കാരണം ഐക്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. വിദ്വേഷവും വിഭാഗീയതയും പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനെതിരായി അതിൻ്റെ മേൽ ഇത്തരത്തിലുള്ള ഐക്യശ്രമങ്ങൾ വിജയം നേടണം എന്നുള്ളതാണ് ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്നുകൂടി ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ E. സുകുമാരൻ അധ്യക്ഷനായി. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് T. വിജയൻ മുഖ്യാതിഥിയായിരുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OP ഷെരീഫ്, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK രജി, ജില്ലാ പഞ്ചായത്ത് അംഗം M. ജിനേഷ്, സ്വാഗത സംഘം കൺവീനർ C. മുഹമ്മദ് അലി, A. അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. റഫീഖ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. അപ്സറ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് ആലായൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. പ്രീത, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം O. ഫിറോസ്, യൂസഫ് തെക്കൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ ISS, USS, SSLC, +2 പരീക്ഷകളിൽ പ്രദേശത്തു നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും NMMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും പ്രദേശത്തെ മികച്ച വാട്സപ്പ് വാർത്താ ഗ്രൂപ്പായ ഓൺലൈൻ മുണ്ടക്കുന്നിന്റെ അഡ്മിനെയും അനുമോദിച്ചു. 2021 സെൻസസിന് മുന്നോടിയായി നടത്തിയ സെൻസസ് പ്രീ ടെസ്റ്റിന് സമാപനമായി.
കേരളത്തിലെ 3 വില്ലേജുകളിൽ ഉൾപ്പെടെ രാജ്യത്തെ 90 വില്ലേജുകളിലാണ് സെൻസസ് പ്രീ ടെസ്റ്റ് നടത്തിയത്. പെരിന്തൽമണ്ണ താലൂക്കിലെ നെന്മിനി വില്ലേജിലും സെൻസസ് പ്രീ ടെസ്റ്റ് നടന്നു. നെന്മിനിയിൽ പ്രീ ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയവരെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ഓൺലൈൻ മൊബൈൽ ആപ്പ് വഴിയായിരിക്കും രാജ്യത്ത് 2021 സെൻസസ് നടത്തുക. രാജ്യത്ത് ആദ്യമായിട്ടാണ് സെൻസസിന് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നത്. ഇതിനു മുന്നോടിയായി രാജ്യത്തെ തെരഞ്ഞെടുത്ത 90 കേന്ദ്രങ്ങളിൽ സെൻസസ് പ്രീ ടെസ്റ്റ് നടത്തി. കേരളത്തിൽ തിരുവനന്തപുരം സിറ്റി, പത്തനംതിട്ട ജില്ലയിലെ കോന്നി, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിലെ നെന്മിനി എന്നീ 3 വില്ലേജുകളിലാണ് സെൻസസ് പ്രീ ടെസ്റ്റ് നടന്നത്. ഓൺലൈനിൽ മാത്രം നിർവഹിച്ച ആദ്യ സെൻസസ് എന്നതിനാൽ ഈ പ്രീ ടെസ്റ്റ് നാട് ശ്രദ്ധയോടെ നോക്കിയ ഒന്നായിരുന്നു. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സെൻസസിന് മുന്നോടിയായി നടന്ന ഈ പ്രവർത്തനം നെന്മിനിയിൽ വിജയകരമായി പൂർത്തിയാക്കി. 32 എന്യൂമറേറ്റർമാരും 6 സൂപ്പർവൈസർമാരും ചേർന്നാണ് സെൻസസ് പ്രീ ടെസ്റ്റ് പൂർത്തിയാക്കിയത്. വിജയകരമായി പ്രവർത്തിച്ച 37 പേർക്കുള്ള അനുമോദന പരിപാടി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ജാഫർ മാലിക് ഉദ്ഘാടനം ചെയ്തു. ഉപഹാരങ്ങളും നൽകി. സെൻസസ് ചാർജ് ഓഫീസറും തഹസിൽദാരുമായ PT ജാഫർ അലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ADM NM മെഹർ അലി മുഖ്യപ്രഭാഷണം നടത്തി. പ്രളയ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ച സ്മൈൽ ഓഫ് ഹാർട്ട്സ് എന്ന സൗഹൃദ കൂട്ടായ്മയെയും ചടങ്ങിൽ അനുമോദിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ C വല്ലഭൻ, PP രവീന്ദ്രൻ, ആനിയമ്മ സെബാസ്റ്റ്യൻ, ഉമ്മർ KK, ഖാലിദ് CP, PS വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ 26-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. പഴയ മഹിളാ സമാജം ബാലവാടിയായി പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി 1982 പ്രവർത്തനം തുടങ്ങിയതാണ്. അംഗൻവാടിക്ക് വേണ്ട 5 സെന്റ് സ്ഥലം മുൻ നഗരസഭാ ചെയർമാൻ KT നാരായണനാണ് നൽകിയത്. മഞ്ഞളാംകുഴി അലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടുകൾ മുഴുവനും സ്കൂളിന് അല്ലെങ്കിൽ റോഡുകൾക്ക് അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൊടുക്കാറ്. പക്ഷെ ഇത് വാസ്തവത്തിൽ തട്ടിപ്പറിച്ച് വാങ്ങിയതാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റും. നിർബന്ധപൂർവം ഇതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞ KT നാരായണൻ മാഷ് ഫ്രീ ആയിട്ട് 5 സെന്റ് കൊടുത്ത സ്ഥലമാണ്. സാധാരണക്കാരായ ധാരാളം ആൾക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നാരായണി ടീച്ചർ ഇവിടെ ഏകദേശം കുറേ വർഷക്കാലം ജോലി ചെയ്താണ്. 1 വർഷം ശമ്പളമൊന്നും ഇല്ലാതെ ജോലി ചെയ്താണ്. എല്ലാവർക്കും ഇതുകൊണ്ട് വളരെ വലിയ ഗുണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായും ഫണ്ട് തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ഞങ്ങളെ മെമ്പർ ഭീഷണിപ്പെടുത്തിയതിൻ്റെ കൗൺസിലർ ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10 ലക്ഷം രൂപ അനുഭവിച്ചത്. അംഗനവാടി പ്രഥമ അധ്യാപിക KT നാരായണിക്കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ M മുഹമ്മദ് സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ KT പ്രേമലത, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ PT ശോഭന, ICDS ഓഫീസർ ഇന്ദിര, സൂപ്പർവൈസർ ആയിഷ, മുൻ നഗരസഭാ ചെയർമാൻ KT നാരായണൻ, നഗരസഭാ കൗൺസിലർ നിഷ സുബൈർ, അംബിക തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രസംഗിച്ചു. മഴ പെയ്താൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തി പുറത്തിറങ്ങാൻ കഴിയാത്ത 3 കുടുംബങ്ങളുണ്ട് ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടത്ത്. ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഉൾപ്പെടുന്ന മാമ്പള്ളി പ്രദേശത്താണ് മഴ പെയ്താൽ മലിനജലം വീടിൻ്റെ മുൻവശത്തേക്ക് ഒഴുകിയെത്തുന്നത്. നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറയുന്നു. മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് കൊട്ടിഘോഷിക്കുന്ന ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് മഴ പെയ്താൽ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടുള്ള മലിനജലം കാരണം 3 കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ പുഞ്ചപ്പാടം മാമ്പള്ളി വീടും അവിടേക്കുള്ള വഴിയിലൂടെയുമാണ് മഴ പെയ്താൽ വരിവെള്ളവും അതിലൂടെ മാലിന്യങ്ങളും എത്തിച്ചേരുന്നത്. പുഞ്ചപ്പാടം എസ്റ്റേറ്റ് പരിസരം മുതലുള്ള മാലിന്യങ്ങളും കുപ്പികളുമാണ് മഴവെള്ളത്തിൽ ഈ വഴിയിലൂടെ ഒഴുകിപ്പോകുന്നത്. ഇത് കാരണം ഇതുവഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. 3 കുടുംബങ്ങളാണ് ഈ വഴി നടക്കുന്നത്. തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ 3-4 പേർക്കും വീട്ടിലേക്കും ഉള്ള ഒരു വഴിയാണത്. പിന്നെ കൃഷിസ്ഥലങ്ങളിലേക്കും ട്രാക്ടർ കൊണ്ടുപോകാനും ഉള്ള ഒരു വഴിയും കൂടിയാണത്. അതിന് ഞങ്ങൾ പഞ്ചായത്തിൽ ഒരുപാട് തവണ അപേക്ഷ കൊടുത്തിട്ടും യാതൊരു ഉത്തരവും ഉണ്ടായില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും. കടമ്പഴിപ്പുറത്തു നിന്നും ഏകദേശം പുഞ്ചപ്പാടം റോഡ് സൈഡിൽ കൂടെ വരുന്ന എല്ലാ റോഡ് സൈഡിലെ എല്ലാ വേസ്റ്റ് വെള്ളങ്ങളും വേസ്റ്റ് ബാട്ടലുകളും എല്ലാവിധ സാധനങ്ങളും ഈ വഴിയിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് കറക്റ്റ് ചെയ്ത് മറ്റേ തോട്ടിലേക്ക് ചാല് വെട്ടി വിടുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്.
ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയായ സുനേത്രത്തിന്റെ നടത്തിപ്പിനായി ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഫല ബാല്യം പദ്ധതിയുടെ ഭാഗമായാണ് സുനേത്ര നടപ്പിലാക്കുന്നത്. ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 5 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളെയും കാഴ്ചവൈകല്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സുനേത്രം പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് കുട്ടികൾക്ക് വേണ്ടി ഇത്തരമൊരു സമഗ്ര പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് രൂപം നൽകിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഫല ബാല്യം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഒപ്താൽമോളജി യൂണിറ്റ്, കടമ്പഴിപ്പുറം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, വിദ്യാലയങ്ങൾ, ICDS, ആശാവർക്കർമാർ എന്നിവരുമായി സംയോജിച്ചാണ് പദ്ധതിയുടെ പ്രഥമഘട്ടമെന്നോണമാണ് ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ N. അബ്ബാസ് പദ്ധതി വിശദീകരണം നടത്തി. T. രാമചന്ദ്രൻ, K. ശാന്തകുമാരി, P. അംബുജാക്ഷി, P. കുഞ്ഞഹമ്മദ്, K. പ്രീത, ജിജി ജോൺ, T. S. സുബ്രഹ്മണ്യൻ, സാബു വർഗീസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഒപ്താൽമോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗീത ക്ലാസ് എടുത്തു. നീന്തൽ വശമില്ലാത്തവരെ നീന്തൽ അഭ്യസിപ്പിക്കുന്നതിന് പെരിന്തൽമണ്ണ പാതായിക്കരയിൽ നീന്തൽക്കുളം ഒരുങ്ങി. കോവിലകമ്പടിയിൽ സജ്ജമാക്കിയ പച്ചീരി കുഞ്ഞുമൈദീൻ സ്മാരക നീന്തൽക്കുളം മഞ്ഞളാംകുഴി MLA ഉദ്ഘാടനം ചെയ്തു. നീന്താൻ അറിയാത്തവർ ജലസ്രോതസ്സുകളിൽ വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഉണ്ടായ പ്രളയത്തിൽ പെരിന്തൽമണ്ണ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലായി. ഈ സാഹചര്യത്തിലാണ് നീന്തൽ അറിയാത്തവരെ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുന്നതിന് പെരിന്തൽമണ്ണ പാതാക്കര കോവിലകമ്പടിയിൽ നീന്തൽക്കുളം നിർമ്മിച്ചത്. INTUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി പച്ചീരി സുബൈർ, പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ നിഷ സുബൈർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നീന്തൽക്കുളം നിർമ്മിച്ചത്. നീന്തൽ വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. മഞ്ഞളാംകുഴി അലി MLA നീന്തൽക്കുളം ഉദ്ഘാടനം ചെയ്തു. നീന്തൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ ആരോഗ്യമല്ല ഇന്നത്തെ പ്രശ്നം. അവാർഡും അല്ലെങ്കിൽ സമ്മാനവും അല്ല, നമ്മളെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ കലയാണ് നീന്തൽ എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മളെ കേരളത്തിലെ കഴിഞ്ഞ 2 വർഷമായി എല്ലാ വർഷക്കാലത്തും വളരെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വലിയ ചെമ്പിൽ ആൾക്കാർ ഇരുത്തിക്കാണ്ട് അതിലിങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് ചെറിയ കുട്ടികൾ നീന്തുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഈ ചെമ്പിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും പാത്രങ്ങൾ ഇരുത്തിയിട്ടാണ് അപ്പുറത്തേക്ക് കയറ്റിക്കൊണ്ട്. ഇവർക്ക് ആർക്കും നീന്തൽ അറിയില്ല. നീന്തൽ അറിയാതെ കുറേയധികം ആൾക്കാർ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് മുങ്ങി മരിച്ചിട്ടുണ്ട്. നമുക്ക് മരണസംഖ്യ കുറേയധികം കൂടുതലാണ്. അപ്പൊ അത് എവിടെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായി. മലയിൽ നിന്ന് ഉരുൾപൊട്ടി വരികയാണെങ്കിൽ ഏത് ഭാഗത്ത് വരാൻ നമുക്കറിയില്ല. നമുക്ക് തൊട്ടടുത്ത് അപ്പുറത്ത് ആലിപ്പറമ്പ് ആ സ്ഥലങ്ങളിൽ നമുക്ക് പുഴയുണ്ട്. തൂതപ്പുഴ അങ്ങോട്ട് കരകവിഞ്ഞ് ഒഴുകാന്നല്ലേ എവിടേക്കൊക്കെ എത്തുക നമുക്കറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും നീന്തൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് ഇങ്ങോട്ട് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കാറുള്ളത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ മത്സരത്തിൽ വിജയിച്ച മുഹമ്മദ് ഒസാമ, കുറ്റീരി ഷാഹിദ് എന്നിവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി. മുൻ നഗരസഭാ ചെയർമാൻ KT നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നീന്തൽ കുളം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വയം രക്ഷയ്ക്ക് കൂടാതെ തന്നെ ഇന്ന് ഏറ്റവും വലിയ ഒരു പരിശീലനം നമ്മുടെ വ്യായാമം. മനുഷ്യൻ 1.5 മണിക്കൂർ എല്ലാ ഡോക്ടർമാരും അല്ലെങ്കിൽ ഒക്കെ നിർദ്ദേശിക്കുന്ന എന്താ അറിയോ, നിങ്ങൾ 1 മണിക്കൂർ നടക്കുക, അല്ലെങ്കിൽ 1/4 മണിക്കൂർ വെള്ളത്തിൽ നീന്താൻ അറിയുമെങ്കിൽ രാവിലെ വേറെ ഒരു വ്യായാമവും നിങ്ങൾ ചെയ്യണ്ട. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ PT ശോഭന, കൗൺസിലർമാരായ അൻവർ കളത്തിൽ, തെക്കത്ത് ഉസ്മാൻ, KPCC അംഗം അഡ്വക്കേറ്റ് ബെന്നി തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MM സക്കീർ ഹുസൈൻ, ഖാദർ അലി, ക്ലബ് പ്രസിഡന്റ് C മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ്, CK അബ്ദുൾ റഫീഖ്, CK ഹാരിസ്, TP മോഹൻദാസ്, പുന്നശ്ശേരി നാരായണൻ, പച്ചിരി സുബൈർ, നിഷ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രദേശത്തൊക്കെ എല്ലാവരും ഒരു സെന്റ് ഭൂമിയോടെ വെറുതെ എല്ലാവരും കൃഷിക്ക് രംഗത്ത് വന്നിട്ടുണ്ടാകുക വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കൃഷിക്ക് മുൻഗണന കൊടുക്കുക. നമുക്ക് ഭക്ഷണം വേണേൽ കൃഷി തന്നെ വേണം. കൂടുതലിവിടെ MLAക്കൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കണില്ല. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രദേശത്ത് കാർഷിക സാമൂഹിക സേവന രംഗങ്ങളിൽ പേരെടുത്ത് മൺമറഞ്ഞ പച്ചീരി കുഞ്ഞുമൊയ്തീന്റെ നാമധേയത്തിലാണ് കുളം സ്ഥാപിച്ചത്. ഇവിടെ നിലവിലുണ്ടായിരുന്ന കുളം നവീകരിച്ചെടുക്കുകയായിരുന്നു. ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കുളം നവീകരിച്ച് മനോഹരമാക്കിയത്. നിശ്ചിത സമയത്തിൽ ആർക്കും ഈ കുളത്തിൽ സൗജന്യമായി നീന്തൽ പഠിക്കാം. ആയിരക്കണക്കിന് പേർക്ക് നീന്തൽ പഠിപ്പിച്ച നീന്തൽ പരിശീലക നളിനി ദേവിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നീന്തൽ അഭ്യസിപ്പിക്കുന്നത്.
വെള്ളിനഴി കുറുവട്ടൂർ ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. വെള്ളിനഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാലമുകുന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 123 വർഷം പിന്നിടുന്ന കുറുവട്ടൂർ ALP സ്കൂൾ വെള്ളിനേഴി പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിലൊന്നാണ്. ബാല്യകാല സ്മരണകൾ ഒരു തിരിഞ്ഞുനോട്ടം എന്ന പേരിലാണ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. വെള്ളിനേഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാലമുകുന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പക്ഷേ ഈ 123 എന്നുള്ളത് ഇനി ഒരു 150ാമത്തെ വയസ്സ് കൂടി ആഘോഷിക്കാനുള്ള ആ ഒരു ആയുസ്സും ആവേശവും എല്ലാം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അതിനേക്കാളേറെ ഈ സ്കൂളിനും ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്യാം എന്നുറപ്പ് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കലാനിലയം ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ PP രമേശ്, ഡോക്ടർ ശങ്കരൻ, പഞ്ചായത്ത് അംഗം സുമ, ലക്ഷ്മി ദേവി, മീനാക്ഷി, ബിന്ദു, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പഴയകാല ഓർമ്മകൾ പങ്കുവെക്കലും ഉണ്ടായി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തച്ചനാട്ടുകര യൂണിറ്റ് കുടുംബമേള നാട്ടുകൽ PTAM LP സ്കൂളിൽ വെച്ച് നടന്നു. ചടങ്ങ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി K മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച തച്ചനാട്ടുകര നാട്ടുകൽ PTAM LP സ്കൂളിൽ നടന്ന കുടുംബമേളയിൽ ജീവിതശൈലി രോഗങ്ങളും അവയുടെ നിവാരണ മാർഗങ്ങളും ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ T സതീഷ് ക്ലാസ് എടുത്തു. ചടങ്ങിൽ തച്ചനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് NC ഔസേപ്പ് അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PKC നായർ, സംസ്ഥാന കൗൺസിലർ T അശോകൻ, ബ്ലോക്ക് കൗൺസിലർ BM പൈലി, K നാരായണൻകുട്ടി, P രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്ക് 1978 നമ്മുടെ ഒരു പെൻഷൻ പരിഷ്കരണം. അന്ന് പെൻഷന്റെ തുക നമ്മൾ ഓർത്ത് നോക്കും, 100 രൂപയാണ്. ക്ഷാമാശ്വാസം പ്രത്യേക 100 രൂപയാണ് ഇന്നത്തെ പെൻഷൻ. 78 ഇന്നിപ്പോ പെൻഷന്റെ സ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പൊ പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് സർവീസിൽ, ഞാനാണെങ്കിൽ ശമ്പളം വാങ്ങിച്ചതിനെ കൂടുതൽ ഇപ്പൊ പെൻഷൻ വാങ്ങുന്നുണ്ട്. നെല്ലായ കൃഷ്ണപ്പടി നടുവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മഹാനവമി ദിനമായ തിങ്കളാഴ്ച വിവിധ പരിപാടികൾ നടന്നു. രാവിലെ പ്രത്യേക പൂജ, പ്രദക്ഷിണം, അഷ്ടപതി എന്നിവയും ഉച്ചയ്ക്ക് ശേഷം ഭക്തിഗാനസുധ, തുടർന്ന് കലാമണ്ഡലം സഞ്ജയ് വിജയൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്തും എന്നിവയും അരങ്ങേറി. വിജയദശമി ദിനത്തിലും ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ നടക്കും. ഇന്നിപ്പോ കാണുന്ന പോലെ എല്ലാ കാലത്തും ഇരിക്കുമോ? ഈ തടയില് കറുത്ത് കാണുന്ന കുറച്ച് കഴിഞ്ഞാൽ ആ നർത്തകിയൊക്കെ മാറും. കേട്ടില്ലേ? ആ നർത്തകിയൊക്കെ എന്നതുപോലെ എല്ലാവരും ഇരിക്കുന്ന അപ്പൊ ഓരോരുത്തരും ചിരിക്കണമെങ്കിലേ എന്താണ് ആ വായിൽ നല്ല ഭംഗിയായിട്ടുള്ള പരിചയമൊക്കെ ഇടന്ന് കാട്ടി ചിരിക്കുമ്പോ ഇതേപോലെ സുന്ദരിയായിട്ടാരും നമ്മൾ നിരീക്ഷിച്ചിട്ട് ഓരോരുത്തരെ ചിരിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞാൽ ചോദിച്ചു നോക്കൂ, ഒരു കാലത്ത് അതിനേക്കാളും സൗന്ദര്യം ഉണ്ടായിരുന്നത് ഇപ്പൊ എങ്ങനെയായി? അപ്പൊ അതെന്താണ്, ഒരു പ്രായം കഴിഞ്ഞാൽ മര്യാദയോട് പറ്റിയെന്നുള്ളതല്ല, സംഭരിക്കുക, അതിനെ ഉണ്ടാക്കിയോടെ തന്നെ തിരിച്ചെടുക്കുക, അതിനുള്ള അധികാരം വേറെ ആക്കുവല്ല സാക്ഷാൽ ശ്രീ പരമേശ്വരന്. അപ്പൊ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ നാഥന്മാരായിട്ടുള്ള ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പറ്റി എനിക്കറിയാം. പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഞ്ഞുങ്ങളില്ലാത്ത നിരവധി ദമ്പതിമാർ ക്യാമ്പിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന് കീഴിലാണ് പെരിന്തൽമണ്ണയിലെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആരംഭിച്ചിരിക്കുന്നത്. വന്ധ്യതാ നിവാരണ ചികിത്സയ്ക്കും സ്ത്രീരോഗം, പ്രമേഹം, ശിശുരോഗം, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങൾ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച സൗജന്യ വന്ധ്യതാ നിവാരണ ഗൈനക്കോളജി ക്യാമ്പിൽ 250ഓളം ദമ്പതിമാർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു. വിവിധ ചികിത്സകൾ നടത്തിയിട്ടും ഫലം ലഭിക്കാത്തവരായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത ഏറെ പേരും. പല ദമ്പതിമാരും കുഞ്ഞുങ്ങളില്ലാത്തതിലുള്ള ദുഃഖം ഉള്ളിലൊതുക്കി വന്നവരായിരുന്നു. ഇന്ന് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നടന്ന വന്ധ്യതാ ചികിത്സ നിവാരണ ക്യാമ്പിൽ പല പ്രായത്തിലുള്ളവരും പല വർഷങ്ങളിലായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ദമ്പതികളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചിലരാണെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 കൊല്ലമേ ആയിട്ടുള്ളൂ, അവർ ചികിത്സ തുടങ്ങുന്നതേ ഉള്ളൂ. ചിലരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 9-10 കൊല്ലമായി, പക്ഷെ ചികിത്സയ്ക്കായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല.
ചിലരുടെ കേസുകളിലാണെങ്കിൽ അത്ര സങ്കീർണമല്ലാത്ത ചികിത്സാരീതികളൊക്കെ അവർ നോക്കിക്കഴിഞ്ഞു. ഇനി IVF-നെ പറ്റിയുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ക്യാമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. ചിലരാകട്ടെ ഓൾറെഡി പുറമേയുള്ള ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഒക്കെ അവർ IVF ചികിത്സ കഴിഞ്ഞു. അവർക്ക് റിസൾട്ട് കിട്ടാത്തതിനെ തുടർന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുത്തത്. അങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗികളെയും ദമ്പതികളെയും കാണാനിടയായിട്ടുണ്ടെന്നുള്ളതാണ്. ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരിൽ നടത്തുന്ന അതേ ചികിത്സാ രീതികളും ചികിത്സാ സമ്പ്രദായങ്ങളും ഇപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള ഈ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലും ലഭ്യമാണ്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ലാബ് പരിശോധനകൾക്കും സ്കാനിങ്ങിനും 25% കിഴിവ് നൽകി. ക്രാഫ്റ്റിലെ മറ്റെല്ലാ സേവനങ്ങൾക്കും പ്രത്യേക ഇളവുകൾ അനുവദിച്ചു. ദമ്പതിമാർക്ക് സൗജന്യ കൗൺസിലിംഗ് സൗകര്യവും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ചെന്നൈയിലെ ഡോക്ടർ മോഹനന്റെ നേതൃത്വത്തിലാണ് ഇവിടെ വന്ധ്യതാ നിവാരണ അത്യാധുനിക കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കൃത്യമായ പരിചരണത്തിലൂടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെയാണ് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ വന്ധ്യതാ ചികിത്സ. ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ നമ്മൾ ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് സ്ത്രീകളുടെ രോഗങ്ങൾ, പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റ്, വന്ധ്യതാ ചികിത്സ, ഇത്രയുമാണ് ഇവിടെ എന്നുള്ള സൗകര്യങ്ങളാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നൽകുന്നത്. പ്രഗ്നൻസി, ആൻറ്റിനേറ്റൽ കേസസ്, എല്ലാത്തരം പ്രഗ്നൻസീസും, എല്ലാ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസീസും നോർമൽ പ്രഗ്നൻസിയും എല്ലാ കേസസും ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസീസ് എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസീസ്, അതായത് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉള്ള മറ്റ് മെഡിക്കൽ അസുഖങ്ങളുള്ള പ്രഗ്നൻസീസ്, പിന്നെ റിപ്പീറ്റായിട്ട് അബോർഷൻസ്, തുടർച്ചയായിട്ട് ഗർഭം അലസി പോകുന്ന പ്രഗ്നൻറ്റ് ലേഡീസിന് അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ്, ഇത്തരം കേസസ് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിൻ്റെ സേവനം എന്നിവ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ വേദനരഹിത പ്രസവം, പെയിൻലെസ് ലേബറിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറും നമുക്ക് അനസ്തീഷ്യ ഡോക്ടറിന്റെ സേവനം അതിന് അവൈലബിൾ ആണ്. സർക്കാർ ജീവനക്കാർക്ക് റീഇംബേഴ്സ്മെന്റ് സൗകര്യം ക്രാഫ്റ്റിൽ നൽകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലും ലഭ്യമാണ്. നമ്മളിവിടെ പെരിന്തൽമണ്ണ ക്രാഫ്റ്റിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ പഴയ പേഷ്യൻസിൻ്റെ ഒരു വലിയ പ്രചോദനം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ പഴയ പെരിന്തൽമണ്ണയിലുള്ള പേഷ്യൻസ് പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഇവിടെ പെരിന്തൽമണ്ണയിൽ ഒരു സെൻറ്റർ ഉണ്ടെന്നാണെങ്കിൽ അവർക്ക് വലിയ സൗകര്യമാണെന്ന്. ആക്ച്വലി ഇത് കൊടുങ്ങല്ലൂരിലത്തെ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ പെരിന്തൽമണ്ണയിലെ സെൻറ്ററിൽ ലഭ്യമാണ്. എല്ലാ നൂതന ട്രീറ്റ്മെൻറ്റ്സും ഡോക്ടേഴ്സിൻ്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഏറ്റവും മികച്ച രീതിയിൽ നൂതന സംവിധാനങ്ങളോടെയുള്ള പ്രമേഹരോഗ ചികിത്സാ വിഭാഗവും ജനറൽ മെഡിസിൻ ശിശുരോഗ വിഭാഗവും ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. വാണിജ്യ വാർത്തകൾ. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങളും കെട്ടിടങ്ങളും വർണ്ണമനോഹരമാക്കാൻ പ്രമുഖ കമ്പനികളുടെ പെയിന്റുകളുമായി റോക്കറ്റ് കളർ പോയിന്റ് വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മൂസൻ MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളുമായാണ് റോക്കറ്റ് കളർ പോയിന്റ് വല്ലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൽ ഫാത്തിമ കോംപ്ലക്സിൽ കനറ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മൂസൻ MLA ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N നന്ദവിലാസിനി ആദ്യ വിൽപ്പന നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, വല്ലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് കല്ലിങ്ങൽ ഹംസ തുടങ്ങിയവരും മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായി. നിങ്ങൾ പണിതുയർത്തിയ സ്വപ്ന ഭവനങ്ങളും കെട്ടിടങ്ങളും വർണ്ണമനോഹരമാക്കാൻ പ്രമുഖ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളുമായാണ് റോക്കറ്റ് കളർ പോയിന്റ് വല്ലപ്പുഴയിൽ തുറന്നിരിക്കുന്നത്. നിപ്പോൺ, ഇൻഡിഗോ, ഏഷ്യൻ പെയിന്റ് തുടങ്ങിയ കമ്പനികളുടെ അംഗീകൃത വിതരണക്കാർ കൂടിയാണ് റോക്കറ്റ് കളർ പോയിന്റ്. ഹൗസ് പെയിന്റിംഗ് വർക്കുകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുമെന്നും ഉടമകൾ പറഞ്ഞു.
പ്രമുഖ സ്വർണ്ണാഭരണ നിർമ്മാണ വ്യാപാര ശൃംഖലയായ ജോസ് അലൂക്കാസ് ഗ്രൂപ്പിന്റെ 55ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പെരിന്തൽമണ്ണ ഷോറൂമിൽ ആഘോഷ പരിപാടികൾ മഞ്ഞളാംകുഴി MLA ഉദ്ഘാടനം ചെയ്തു. ജോസ് ആലുക്കാസിന്റെ 55ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു മാസത്തോളം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജോസ് ആലുക്കാസിന്റെ എല്ലാ ഷോറൂമുകളിലും ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പെരിന്തൽമണ്ണ ജോസ് ആലുക്കാസിലെ ആഘോഷ പരിപാടികൾ മഞ്ഞളാംകുഴി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പെരിന്തൽമണ്ണ അങ്ങാടിയിലെ ധാരാളം ജ്വല്ലറി ഷോപ്പുകളുണ്ട്. പക്ഷേ ജോസ് ആലുക്കാസ് എന്ന സ്ഥാപനം ഏകദേശം 28 വർഷം മുമ്പ് ഇവിടെ ആരംഭിച്ചതാണ്. വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ഇവർക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ മുതലാളിയും അതിൻ്റെ മക്കളും എല്ലാവരും കൂടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം ഇത്രയും വലിയ രീതിയിലേക്ക് ഉയർന്നു വന്നത്. ഏതായാലും 55ാം വാർഷികം ആഘോഷിക്കുന്ന ഇവരുടെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി ആശംസിക്കുന്നു. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത്, ഷോറൂം മാനേജർ KP ജോജോ, അസിസ്റ്റന്റ് മാനേജർ EP സമീർ, അക്കൗണ്ട് മാനേജർ റോബിൻ ടെക്നിക് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു മാസത്തോളം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷത്തിൽ 5 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി നൽകുന്നതെന്ന് ഷോറൂം മാനേജർ KP ജോജോ പറഞ്ഞു. ജോസ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ 55ാമത് വാർഷികാഘോഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്ന പെരിന്തൽമണ്ണയിലെ എല്ലാ ഉപഭോക്താക്കളോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 55 വർഷക്കാലമായി ജോസ് ആലുക്കാസിൻ്റെ വളർച്ചയിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ജോസ് ആലുക്കാസ് ഉപഭോക്താക്കളോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വർഷത്തെ ആനിവേഴ്സറിയും വളരെ ഗംഭീരമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. ജോസ് ആലുക്കാസിൻ്റെ ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നത് 5 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആനിവേഴ്സറി ആഘോഷങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലിയിൽ 35% ഡിസ്കൗണ്ടും ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% വരെ കിഴിവും നൽകുന്നുണ്ട്. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലും തൂക്കത്തിലും കുറവ് വരാതെ മാറ്റി നൽകും. വാർഷികത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങളുടെ ലോകോത്തര കളക്ഷനുകളുടെ പ്രദർശനവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്.